Hi friends, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ടയറും അതുപോലെ 2 ടയർ കേക്കിൻ്റെ പിന്നെ കുറച്ച് സിമ്പിൾ ഡെക്കറേഷൻസും അതുപോലെ തന്നെ ഒരു വെഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ പോയതിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് തന്നെ ഒന്ന് ക്ഷമിക്കുക, എന്നിട്ട് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടയർ കേക്കും ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടയർ കേക്കും ഉണ്ട് കേട്ടോ. പിന്നെ ടേബിൾ സെറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ടേബിൾ സെറ്റൊക്കെ വരുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. എല്ലാ കേക്കും ടേബിൾ സെറ്റും കൂടി വരുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാനിവിടെ 3 ടയർ ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാൻ പോവുകയാണ്. 5 kgയിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് 10 ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് 7 ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചിലുമാണ് കേക്കിനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഈ സ്പോഞ്ച് ഡെക്കറേഷനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്പോഞ്ചില്ലേ അത് എടുക്കുക, യൂസ് ചെയ്യാത്ത എടുക്കുക കേട്ടോ. ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ സെറ്റായ കേക്കിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റഫ് ഡിസൈനാണ് വരിക കേട്ടോ. ഇത് ഇങ്ങനെ റഫായിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ടാണ് റഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല സ്മൂത്തനിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സൈഡ് ഭാഗമൊന്നും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ ക്രീം സെറ്റായാൽ മാത്രമേ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ, നല്ലൊരു ഭംഗിയിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി അങ്ങനെ കിട്ടൂല കേട്ടോ. ഇനി ഓരോ ടയറുകൾ വന്ന ഭാഗത്തായിട്ടും ഈ ഒരു ലൈസ് വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ സെയിം ഡെക്കറേഷനാണ് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2-3 പ്രാവശ്യം ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ 5 ടയറിലും 5 kgയിലും 3 kgയിലും എല്ലാമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടും ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾ നോക്കണ്ട കേട്ടോ. ബാക്കിലല്ല, നമ്മളിപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പാത്രങ്ങളെല്ലാം നിരന്നിരിക്കും. പിന്നെ ഒറ്റക്കായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹെൽപ്പിനായിട്ട് ആരുമില്ല. മറ്റേതിപ്പോൾ ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണിക്ക് നിൽക്കാൻ. അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ തിരക്കുള്ള ദിവസങ്ങളിൽ. പിന്നെ എല്ലാം നമ്മൾ നീറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ ആയിട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എല്ലാം ടൈം തെറ്റിപ്പോവും. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്ന ഭാഗത്ത് ഫോണ്ടൻ വർക്ക് വരും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാനായിട്ട് ഉള്ള ഒരു 2 ടയർ കേക്കാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു 2 ടയർ കേക്ക് 8 ഇഞ്ചിലും അതുപോലെ 5 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് 8 ഇഞ്ചും അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചുമാണ്. പിന്നെ ലാവൻഡർ കളറിലും അതുപോലെ തന്നെ ഒരു പീച്ച് ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലാവൻഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ പീച്ച് കളർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ കളർ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിലേക്ക് കുറച്ച് റെഡോ അല്ലെങ്കിൽ പിങ്ക് കളറോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഏകദേശം മാച്ചായിട്ടുള്ള തന്നെ ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. പിന്നെ 2-3 ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ബോൾസും ഫ്ലവേഴ്സും ആണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് 2 ഗോൾഡൻ കളറിലുള്ള ബോൾസും അതുപോലെ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ് ആണ് കേട്ടോ. ആ ഒരു ബട്ടർഫ്ലൈ പിങ്ക് ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് സ്റ്റിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കേക്കിലേക്ക് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ടോപ്പിൽ വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ ഇവർ കസ്റ്റമർ അയച്ചത് തന്നതിൽ ഇതുപോലെ സെൻറ്ററിലാണ് ടോപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2-3 ഭാഗങ്ങളിലായിട്ട് കുറച്ച് ബീഡ്സും കൂടി കൊടുക്കണം, വൈറ്റ് കളറിലുള്ള. അപ്പം മിക്സഡ് സൈസിലാണ് കേട്ടോ കൊടുക്കുന്നത്. വലുതും ചെറുതും ഒക്കെ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇടക്കായിട്ട് വൈറ്റ് കളറിലുള്ള വലിയ ബോൾസ് ഈ ഒരു പേഴ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസിലാണ് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. സിമ്പിൾ ഡെക്കറേഷനാണ്. ഫ്ലവേഴ്സും അതുപോലെ ബട്ടർഫ്ലൈയും ബീഡ്സും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ എനിക്ക് അന്ന് ചെയ്തതിൽ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെയിം കൊടുക്കാനുണ്ട്. അത് ടോപ്പിലായിട്ട് ഫോണ്ടന്റിൽ എഴുതിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 3 ടയർ കേക്കും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ക്രാക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ക്രീം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ക്രാക്ക് വരിക കേട്ടോ. അപ്പോൾ ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കേക്കും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ബാക്കിയെല്ലാ ജോലിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേക്കിന് കസ്റ്റമർ വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ക്രാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഭാഗത്ത് കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു റഫ് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ നല്ല ഫിനിഷിങ് ചെയ്ത കേക്ക് എഡ്ജെല്ലാം ഓക്കെ ആക്കി സൈഡെല്ലാം സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ റഫ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക, എന്നിട്ട് അവിടെ ഒന്നും കൂടി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ് ചെയ്ത കേക്ക് സ്മൂത്ത് ചെയ്ത കേക്കാണെന്നുണ്ടെങ്കിൽ ക്രീം കൊടുത്തിട്ട് പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് ഫുള്ള് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നേരത്തെ തലേദിവസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലേസ് വെച്ച ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു ബോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോയും അതുപോലെ അതിൻ്റെ സൈഡിലുള്ള റിബണെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷൂ ആണ്. ഷൂ മോൾഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഷൂവിൻ്റെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും, സിലിക്കണിൻ്റെ മോൾഡ്. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള ഷൂ ആണ്. അപ്പോൾ ഷൂ കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ വേറെ സ്റ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുറച്ച് ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ കട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ വലുതും ചെറുതും ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ ഷെയ്ഡും അതുപോലെ വൈറ്റ് ഷെയ്ഡുമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം വെച്ചു. പിന്നെ അതുപോലെ നെയിം സെൻട്രലായിട്ട് ഫോണ്ടൻ്റ് യെല്ലോ കളറിൽ തന്നെ ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ബ്രഷ് വെച്ചിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ഷൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ. ഇനി ഇതിലേക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ടോപ്പർ വെച്ചിട്ട് ഇപ്പോൾ അതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് ഡാർക്ക് യെല്ലോ കളറും പിന്നെ ലൈറ്റ് ഷെയ്ഡും പിന്നെ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്, ഡോണറ്റ്, സിക്കിൾ, പോപ്സും 4 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടയർ കേക്ക് ഒരു വീട്ടിലേക്ക് തന്നെയാണ്, പക്ഷേ അത് വാങ്ങിക്കാൻ വേറെ ആളാണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പണികളുണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരൂർ പോയിട്ട് സാധനങ്ങളെല്ലാം ഒന്ന് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ടിന്നും ചോക്ലേറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഒരു എന്താ പറയുക വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡമ്മിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമുക്കിപ്പോൾ 3 മിനി കേക്കും പിന്നെ ½ kg കേക്കും ഒരു 1 kg കേക്കുമാണ് ഡ്രീം കേക്കിലുള്ളത് ഓർഡർ ഉള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണുണ്ട്. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ 2-3 ടൈപ്പ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെൽജിയം ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതും നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ബെൽജിയം ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ളത് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് അതിൽ. ഇപ്പോൾ ക്രംസ് എല്ലാം ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോ വെക്കാൻ ജസ്റ്റ് കോയിൻ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. കോയിൻ ലോഗോ ആണ് കേട്ടോ, ടോപ്പറല്ല. അങ്ങനെ ഫോട്ടോ എടുക്കലും ഡെലിവറിക്ക് വേണ്ടിയിട്ട് അയക്കാൻ പുറത്തേക്ക് വന്ന സമയത്താണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിന് ചുറ്റിലും ഇടയ്ക്കെല്ലാം മയിൽ വരാറുണ്ട്, പക്ഷെ ഇങ്ങനെ പീലുള്ള മയിലിനെ അങ്ങനെ വല്ലപ്പോഴും കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ പീലില്ലാത്തതിന് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കഴിക്കുന്നത് നമ്മളെ കേക്കിൻ്റെ താഴെ കൊടുക്കുന്ന ആ ഒരു ബട്ടർ പേപ്പർ ഇല്ലേ, അതിൽ കേക്കിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് അങ്ങനെ കൊത്തി കഴിക്കണത് കേട്ടോ. അങ്ങനെ അത് കഴിക്കണമൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ ബാക്കിയുള്ള വർക്ക് ഓരോന്ന് ചെയ്തു. അപ്പോൾ 1 kgയിലും 2 കേക്കുകൾ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അന്ന് രാവിലെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 12 മണിക്ക് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകാനുണ്ട് കേട്ടോ, വെഡ്ഡിങ് കേക്ക്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 1 kg ഡ്രീം കേക്കും അതുപോലെ 2 മിനി കേക്കും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു 1 kgൻ്റെ വാനില കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ്, ഇതെല്ലാം 8 ഇഞ്ചിലും 7 ഇഞ്ചിലും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ സെപ്പറേറ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ തിരക്കായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ നേരം വൈകി പോവും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. എന്നാലും അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് ഒരുപാട് പേരുണ്ടാവും. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. സിമ്പിൾ ഡെക്കറേഷനാണ്, സ്പേസറാണ് സെൻറ്ററിൽ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് വെന്നിയൂരാണ് കേട്ടോ. വെന്നിയൂർ പരപ്പൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ അവിടെ പോയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കിപ്പോൾ സൺഡേ ആണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഫ്രീ ആയിരുന്നു, ഹസ്ബൻഡ് ഉള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കോട്ടക്കലെത്തിയപ്പോഴാണ് ഹണി കേക്കിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് കയറി നോക്കാം, അഥവാ നമുക്ക് ഡ്രീം കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക് ഇപ്പോൾ അത്രയും ട്രെൻഡിങ് ആയത് നിൽക്കുന്ന സമയത്ത് ഇവരെ ഡ്രീം കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അതിലെന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്നുള്ള അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒന്ന് പോയി കഴിച്ച് നോക്കാമെന്ന് വെച്ചു. പക്ഷേ അവിടെ ചെന്നപ്പം സാധനം ഓർഡർ ചെയ്താലേ നമുക്ക് 1 വീക്ക് മുന്നെങ്കിലും ഓർഡർ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് നോക്കാതെ ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ശേഷം അവർ എടുക്കുള്ളൂ. അത് ഓർഡർ ചെയ്താൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവരെ സ്പെഷ്യലായിട്ടുള്ള ഹണി കേക്ക് കഴിച്ചു. അതുപോലെ തന്നെ മോസാണ് കേട്ടോ. ഇത് ബെൽജിയം ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള മോസാണ്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരെ ഈ ഒരു ഹണി കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞു പോണ ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഹണി കേക്ക് കഴിക്കുമ്പോൾ. അതേപോലെ ഇതിനാണെന്നുണ്ടെങ്കിൽ പുറത്ത് ചോക്ലേറ്റ് കോട്ടിംഗ് ആണെങ്കിലും അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ആണെന്നൊന്നും തോന്നണില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വെൽവെറ്റ് ടെക്സ്ചർ വന്നിട്ടുള്ളത് അതൊരു വെലർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വെറൈറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണത് നന്നായിരിക്കും ഈ ഒരു ഫീൽഡിലെല്ലാം നിൽക്കുന്ന സമയത്ത് കേട്ടോ. പുതിയതായിട്ടുള്ള ഐറ്റംസൊക്കെ ഇറക്കാമല്ലോ. അതിന് പിന്നെ അവരെ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ സ്പെഷ്യലായിട്ടുള്ള ലസാഗ്നയാണ് കഴിച്ചത്. അപ്പോൾ അത് കുറച്ച് സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ ഇതിലുള്ള സിമ്പിൾ ഡെക്കറേഷൻസും അത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക്